നമസ്കാരം. കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ത്രിപുരയിൽ ബി.ജെ.പിയും സഖ്യകക്ഷിയായ ടിപ്രമോദ പാർട്ടിയുമായുള്ള ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. സംസ്ഥാനത്ത് CPM-നെ നാമാവശേഷമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബി.ജെ.പിയും ടിപ്രമോദയും ഒരുമിച്ചത്. തെരഞ്ഞെടുപ്പിൽ ടിപ്രമോദ പ്രത്യേകം മത്സരിച്ചതുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഭിന്നിച്ച് ബി.ജെ.പി വിജയിക്കാൻ വരെ സാധിച്ചത്. ത്രിപുരയിൽ ആകെയുള്ള 60 നിയമസഭാ സീറ്റുകളിൽ 14 എണ്ണത്തിൽ ബി.ജെ.പി ജയിച്ചതാകട്ടെ ആകെ 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്. അന്നുതന്നെ ബി.ജെ.പിയുടെ ബി ടീമായാണ് ടിപ്രമോദയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നത്. ഇന്ന് ബി.ജെ.പിയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെ അവർ വരുമാറിയിട്ടുണ്ട്. മാണ്ഡ്യയിലെ ബി.ജെ.പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ടിപ്ര പ്രവർത്തകർ തീയിട്ടതായാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വരെ അവർ കത്തിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളും ബി.ജെ.പിയുടെ ബാനറുകളും തകർത്തു. ബി.ജെ.പി സർക്കാർ ത്രിപുരയിലെ ഗോത്ര വിഭാഗങ്ങളെ അവഗണിക്കുന്നു എന്നതാണ് ടിപ്രമോദയുടെ പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ത്രിപുരേശ്വരി ക്ഷേത്ര നവീകരണ ഉദ്ഘാടന പരിപാടിയിലും ടിപ്രമോദയെ ക്ഷണിച്ചിരുന്നില്ല. 2025 ജൂലൈ 27 ത്രിപുരയിലെ ഗോബായ് ജില്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് സംപ്രേഷണത്തിനിടെ ബി.ജെ.പി പ്രവർത്തകരും ടിപ്രമോദ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അതിൽ ബി.ജെ.പിയുടെയും ടിപ്രമോദയുടെയും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. നിരവധി വാഹനങ്ങളും അവർ തകർത്തിരുന്നു. അതുകൂടാതെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ടിപ്രമോദയും ബി.ജെ.പി പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഈ ഞായറാഴ്ച ബി.ജെ.പി ST മോർച്ച വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. സർക്കാരിലെ 2 പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷം വർദ്ധിക്കുന്നത് സംസ്ഥാനത്ത് ആകെയുള്ള ക്രമസമാധാനം തകരാൻ കാരണമായിട്ടുണ്ട്. CPM കരുതലോടെയാണ് ഈ വിഷയത്തിൽ നീങ്ങുന്നത്. CPM ഭരിക്കുമ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന പാലനത്തിൽ ഒന്നാമതായിരുന്നു ത്രിപുര. കൂടാതെ സാക്ഷരതയിലും ക്ഷേമ പദ്ധതികളിലും ത്രിപുര മാതൃകയായിരുന്നു. ബി.ജെ.പി അധികാരത്തിൽ വന്നതോടെ ജനജീവിതം ആകെ താളം തെറ്റിയെന്നാണ് CPM-ന്റെ നിലപാട്. സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടക്കാമെങ്കിൽ അധികാരത്തിൽ തിരിച്ചെത്താം എന്നതാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. നന്ദി, നമസ്കാരം.